അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദ് വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട പ്രാർത്ഥനകളാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനാ രൂപമാണ് സൂറത്തുൽ അംബിയായിലെ 87-ാമത്തെ ആയത്തിലുള്ളത്. സൂറത്തുൽ അംബിയ പരിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിലെ 87-ാമത്തെ ആയത്തിൽ കാണാം, മഹാനായ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ നാട്ടിലെ ജനത തൻ്റെ പ്രബോധനത്തിൽ വിശ്വസിക്കാത്തത് കാരണം അദ്ദേഹത്തിന് സങ്കടമുണ്ടാവുകയും അദ്ദേഹം നാട് വിട്ടു പോകാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം കപ്പലിൽ കയറി കപ്പൽ കടലിൻ്റെ മധ്യത്തിലെത്തിയപ്പോൾ കപ്പൽ മുങ്ങാൻ പോവുകയുണ്ടായി, ഭാരക്കൂടുതൽ കൊണ്ട്, അല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ കപ്പലിലുള്ള ആളുകൾ പറഞ്ഞു, നമ്മുടെ കപ്പൽ മുങ്ങാൻ കാരണം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്ത വ്യക്തി ഈ കപ്പലിലുണ്ട്. ആ വ്യക്തി കാരണമാണ് ഈ കപ്പൽ മുങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ കപ്പലിൽ നിന്ന് നമുക്ക് കടലിലേക്ക് ഇട്ടാൽ നമുക്ക് രക്ഷപ്പെടാം എന്നവർ പറഞ്ഞു. പക്ഷേ ഈ ആളെ എങ്ങനെ തിരഞ്ഞെടുക്കും? അങ്ങനെ അവർ പറഞ്ഞു, നമുക്ക് നറുക്കിടാം. അങ്ങനെ നറുക്കിട്ടപ്പോൾ അത് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമക്കാണ് കിട്ടിയത്. അപ്പോൾ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എന്തോ ഒരു കാര്യം ചെയ്താണ് വരുന്നത്. അങ്ങനെ അവർ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കടലിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം സമുദ്രത്തിൽ വീഴുകയും ഒരു വലിയ മത്സ്യം വന്ന് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വിഴുങ്ങുകയും ചെയ്തു. അപ്പോൾ കരയിൽ നിന്ന് ഒരുപാട് ദൂരെ കടലിൻ്റെ ആഴങ്ങളിൽ ഒരു വലിയ മത്സ്യത്തിൻ്റെ വയറ്റിൽ, അത്രയും ഗൗരവമേറിയ ഒരു സാഹചര്യത്തിൽ, രക്ഷപ്പെടാനുള്ള പഴുതുകളെല്ലാം അടക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, നമുക്കറിയാം, ലാ യറുദ്ദുൽ ഖളാഅ ഇല്ല ദുആ. ദുആ കൊണ്ട് ഖദറും ഖളാഉം നീങ്ങിപ്പോകും. അള്ളാഹു നിശ്ചയിച്ച ഖദർ പ്രകാരം ഒരാൾ വെള്ളത്തിൽ വീണാൽ മുങ്ങി മരിക്കണം. പ്രത്യേകിച്ചും മത്സ്യം വിഴുങ്ങിയാൽ എന്തായാലും മരണപ്പെടണം. റഹ്മാനായ റബ്ബ് നിശ്ചയിച്ച ഖദർ അങ്ങനെയാണ്. പക്ഷേ അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ ഖദറിനെയൊക്കെ റഹ്മാനായ റബ്ബിന് മാറ്റാൻ കഴിയും. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെയാണത് സംവിധാനിച്ചത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വദന്നൂൻ, ദുന്നൂൻ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിളിപ്പേരാണ്, അല്ലെങ്കിൽ ഒരു സിഫത്താണ്. ഇദ്ദഹബ മുഗാദിബൻ, അദ്ദേഹം ദേഷ്യം പിടിച്ചു പോയപ്പോൾ, കാരണം ആരും വിശ്വസിക്കുന്നില്ല, തൗഹീദ് പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല, അദ്ദേഹത്തിന് ദേഷ്യം പിടിച്ചു. ഇദ്ദഹബ മുഗാദിബൻ ഫവന്ന, അദ്ദേഹം കരുതി, അല്ലൻ നഖ്ദിറ അലൈഹി, നമുക്ക് അദ്ദേഹത്തിൻ്റെ മേൽ കഴിവില്ല എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബ് ഏൽപ്പിച്ച കാര്യത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അള്ളാഹു അതിൽ പിടികൂടും എന്നത് തൽക്കാലത്തേക്ക് മറന്നുപോയി. അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിൽ ളുലുമാത്ത്, അന്ധകാരങ്ങളിൽ വെച്ച് അദ്ദേഹം വിളിച്ചു എന്നാണ്. ളുൽമത്തിലല്ല, ളുലുമാത്ത് എന്നാണ് പറഞ്ഞത്. കാരണം കടലിനെക്കുറിച്ച് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഒന്നിൻ്റെ മേലെ ഒന്നായി ഇരുട്ടുകളാണ് എന്നാണ്. നമ്മളത് കേട്ടതാണ്, പഠിച്ചതാണ്. ഒന്നിനു മേലെ ഒന്ന് ഇരുട്ടുകളാണ്. ആ ഇരുട്ടിൻ്റെ ഉള്ളിൽ ഒരു മത്സ്യം കൂടി വിഴുങ്ങിയാൽ എത്രമാത്രം വലിയ ഇരുട്ടാണ്. ആ ഇരുട്ടിൽ വെച്ച് അദ്ദേഹം വിളിച്ചു എന്നാണ്. ഫനാദാ ഫിൽ ളുലുമാത്ത്, ആ അന്ധകാരങ്ങൾക്കുള്ളിൽ വെച്ച് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, അല്ലാ ഇലാഹ ഇല്ലാ അൻത്. എന്താണ് അദ്ദേഹത്തിൻ്റെ വാക്ക്? ലാ ഇലാഹ ഇല്ലാ അൻത്, അല്ലാഹുവേ നീ അല്ലാതെ ആരാധ്യനില്ല. സുബ്ഹാനക്, നീ പരിശുദ്ധനാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ ളാലിമുകളിൽ പെട്ടുപോയിരിക്കുന്നു, എനിക്ക് തെറ്റ് സംഭവിച്ചിരിക്കുന്നു, എനിക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു, ഞാൻ അബദ്ധം സംഭവിച്ചവരിൽ പെട്ടുപോയിട്ടുണ്ട്. നീ പരിശുദ്ധനാണ്, നീ അല്ലാതെ ആരാധ്യനില്ല. ഈ ദിക്റിൽ ഒരു വലിയ ദുആ ഉണ്ട്. എന്നെ രക്ഷപ്പെടുത്തണേ എന്ന വാക്ക് അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ അതിൻ്റെ പൊരുളതാണ്, അള്ളാഹുവേ നീ പരിശുദ്ധനാണ്, നീ അല്ലാതെ ആരാധ്യനില്ല, എനിക്ക് അബദ്ധം പറ്റി. അതിൻ്റെ അർത്ഥം ആ അബദ്ധത്തിൻ്റെ പേരിൽ നീ എന്നെ പിടികൂടല്ലേ, നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്നാണ്.
അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ ഈ പ്രാർത്ഥന കാരണത്താൽ രക്ഷപ്പെടുത്തി. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. അദ്ദേഹം അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്ന ആളല്ലായിരുന്നെങ്കിൽ, എന്ന് പറഞ്ഞാൽ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം ധാരാളം ദിക്ർ ചൊല്ലുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് ദുആ പോലും ദിക്റായി. അദ്ദേഹം തസ്ബീഹ് ചെയ്യുന്ന ആളായിരുന്നു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ തക്ബീറുകളും അദ്കാറുകളും ധാരാളം ചൊല്ലുന്ന ആളല്ലായിരുന്നെങ്കിൽ, ദിക്ർ കുറഞ്ഞ ആളായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അദ്ദേഹം കിടക്കേണ്ടി വരുമായിരുന്നു. ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നാണ് അള്ളാഹു അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുക ഖിയാമത്ത് നാളിൽ. പക്ഷേ അള്ളാഹു രക്ഷപ്പെടുത്തി. എന്തുകൊണ്ട്? അദ്ദേഹം ദിക്ർ ചൊല്ലുന്ന ആളായിരുന്നു, തസ്ബീഹ് ചൊല്ലുന്ന ആളായിരുന്നു. എന്ന് പറഞ്ഞാൽ ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുന്ന ആളുകളെ അവരുടെ പ്രാർത്ഥന അള്ളാഹു വേഗം കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിൽ ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. ദിക്റുകൾ ധാരാളം വർദ്ധിപ്പിച്ചാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതറാതെ നിൽക്കാൻ കഴിയും. അതുകൊണ്ടാണ് ബദർ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങളൊരു ശത്രു സൈന്യത്തെ കണ്ടുമുട്ടിയാൽ അടിയുറച്ച് നിൽക്കുക, ധാരാളം അള്ളാഹുവിനെ ഓർക്കുക, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും, യുദ്ധം ജയിക്കാൻ കഴിയും. ദിക്ർ വർദ്ധിപ്പിക്കാനാണ് പറഞ്ഞത്. എന്തിന്? യുദ്ധം ജയിക്കാൻ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൊക്കെ നമുക്ക് രക്ഷയായി ഭവിക്കുന്നത് അദ്കാറുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അദ്ദേഹം ധാരാളം ദിക്ർ ചൊല്ലുന്ന ആളായിരുന്നു. ഈ ദുആ പോലും ദിക്റിലൊതുക്കി. നോക്കൂ നിങ്ങൾ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക്. അതാണ് തസ്ബീഹാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഞാൻ ളാലിമുകളിൽ പെട്ടുപോയി റബ്ബേ, നീ പരിശുദ്ധനാണ്, നീ അല്ലാതെ ആരാധ്യനില്ല, നീ അല്ലാതെ പ്രാർത്ഥന കേൾക്കുന്നവനില്ല, നിനക്കല്ലാതെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അവിടെ തേട്ടമുണ്ട്, പ്രാർത്ഥനയുണ്ട്. എന്നെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ആ മത്സ്യം അദ്ദേഹത്തെ കരയിലേക്ക് തുപ്പുകയുണ്ടായി. അദ്ദേഹം വീണ്ടും തൻ്റെ നാട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന് ഏത് വിഷയത്തിലായിരുന്നോ പ്രയാസമുണ്ടായത്, അള്ളാഹു അതിന് പകരം നൽകി. നമ്മൾ നേരത്തെ ഖുത്ബയിൽ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാട്ടിലുള്ള ആളുകളൊക്കെ വിശ്വാസികളായി. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പ്രതിഫലമായി നൽകിയതാണ്. ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും അദ്ദേഹത്തിൻ്റെ പ്രബോധനം സ്വീകരിക്കുകയും തൗഹീദ് സ്വീകരിക്കുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന നമ്മൾ ജീവിതത്തിൽ പതിവാക്കണം. ഈ ദിക്ർ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് മുങ്ങിപ്പോകുന്ന ആളുടെ ദുആ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഉള്ള ഏത് പ്രതിസന്ധി വന്നാലും, എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന രൂപത്തിലുള്ള അവസ്ഥ, ശ്വാസം മുട്ടുന്ന അവസ്ഥ ജീവിതത്തിൽ ചിലപ്പോൾ വന്നേക്കാം. അതിന് വെള്ളത്തിൽ വീഴണമെന്നില്ല. ചുറ്റിലും പ്രശ്നങ്ങളുടെ, പരീക്ഷണങ്ങളുടെ കടലുകൾ വന്ന്, പരീക്ഷണങ്ങളുടെ തിരമാലകൾ വന്ന് നമ്മളെ മൂടുന്ന അവസരങ്ങൾ ജീവിതത്തിലുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ ദുആ ചെയ്തോളൂ എന്നാണ്. പ്രത്യേകിച്ചും അവസാന നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവസാന നാളിൽ ധാരാളം ഫിത്നകൾ വർദ്ധിക്കും. യൂനുസ് നബിയുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന അത് ഈ പ്രാർത്ഥനയാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വരികയും ഈ ദുആ നിങ്ങൾ ദുആ ചെയ്യുകയും ചെയ്താൽ യൂനുസ് നബിയെ രക്ഷപ്പെടുത്തിയതുപോലെ അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്താതിരിക്കില്ല. ഏത് പരീക്ഷണത്തിൽ നിന്നും അള്ളാഹു രക്ഷ നൽകും ഈ ഒരു ദുആ. അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കണം. സൂറത്തുൽ അംബിയ 87-ാമത്തെ ആയത്ത്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക. അവിടെ എന്നല്ല, അത് വേണ്ട. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഈ ദുആ നമ്മൾ നിർവഹിക്കുക. മറ്റൊരു ദുആ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദുആ ആണ്. സൂറത്തുൽ ഖസസിലെ 22-ാമത്തെ ആയത്തിൽ അത് കാണാം. അദ്ദേഹം കിബ്തി വംശത്തിൽപ്പെട്ട ഒരാളെ അവിചാരിതമായി ശ്രദ്ധിക്കാതെ ഇടപെട്ടപ്പോൾ മരണം സംഭവിച്ചു. ഫിർഔൻ വിവരമറിഞ്ഞു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊല്ലാൻ വേണ്ടി മീറ്റിങ്ങിൽ തീരുമാനമായി. ഈ തീരുമാനം ഒരു വ്യക്തി വന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ അറിയിക്കുകയാണ്. ഇന്നൽ മലഅ യഅ്തമിറൂന ബിക ലിയഖ്തുലൂക ഫഖ്റുജ് ഇന്നി ലക മിനൻ നാസിഹീൻ. അവിടെ സദസ്സിൽ, കൊട്ടാര സദസ്സിൽ മീറ്റിംഗ് കൂടിയിട്ടുണ്ട്. താങ്കളെ കൊല്ലാനാണ് തീരുമാനമായത്. അതുകൊണ്ട് വേഗം ഈ നാട്ടിൽ നിന്ന് പോയിക്കോ, ഞാൻ താങ്കൾക്ക് ഗുണകാംക്ഷിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ആ നിലക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വാർത്ത എത്തിച്ചു കൊടുത്തു. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫഖറജ മിൻഹാ ഖായിഫൻ യതറഖബ്, അങ്ങനെ ഭയപ്പാടോടുകൂടി അദ്ദേഹം ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്തു. എങ്ങോട്ട് എന്നറിയില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലമ്മാ തവജ്ജഹ തിൽഖാ മദിയൻ, മദിയൻ്റെ നേരെ അദ്ദേഹം തിരിഞ്ഞപ്പോൾ, സത്യത്തിൽ ചില മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തിയതുപോലെ അദ്ദേഹത്തിന് അറിയില്ല മദിയനിലേക്കാണ് പോകുന്നത് എന്നൊന്നും അറിയില്ല, ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടണം. അദ്ദേഹം ദുആ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ മദിയൻ്റെ നേരെ തിരിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലമ്മാ തവജ്ജഹ തിൽഖാ മദിയന, മദിയൻ്റെ നേരെ അദ്ദേഹം തിരിഞ്ഞപ്പോൾ ഖാല, അദ്ദേഹം പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ പറഞ്ഞു, അസാ റബ്ബി, എൻ്റെ റബ്ബ് ആയേക്കാം, അൻ യഹ്ദിയനി, അവൻ എനിക്ക് വഴി കാണിച്ച് തന്നേക്കാം, സവാ അസ്സബീൽ, സവാ എന്ന് പറഞ്ഞാൽ നേരായ വഴി എന്നാണ്. സവാ എന്ന് പറഞ്ഞാൽ നേരായത്, സബീൽ എന്ന് പറഞ്ഞാൽ വഴി, നേരായ വഴി അള്ളാഹു എനിക്ക് കാണിച്ച് തന്നേക്കാം. ഇതൊരു ശുഭപ്രതീക്ഷയുടെ, നോക്കൂ, അള്ളാഹുവേ നീ എനിക്ക് നേരായ വഴി കാണിച്ചു തരണമേ എന്നല്ല പറഞ്ഞത്, അസാ റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് കാണിച്ചു തരും. അവിടെ പരിശുദ്ധ ഖുർആനിൽ അസ എന്ന് ഉപയോഗിച്ചാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഭാഷയിലെ നേർക്ക് നേരെ അർത്ഥമാണെങ്കിൽ ആയേക്കാം എന്നാണ്, എന്നാൽ ആകും എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ്. അസാ റബ്ബി അൻ യഹ്ദിയനി സവാ അസ്സബീൽ, എൻ്റെ റബ്ബ് എനിക്ക് ശരിയായ വഴി കാണിച്ചു തരിക തന്നെ ചെയ്യും. ഇത് തന്നെയാണ് ചെങ്കടലിൻ്റെ തീരത്ത് നിൽക്കുമ്പോഴും മൂസാ നബി പറഞ്ഞത്, ഖാല കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബൻ്റെ കൂടെ ഉണ്ട്, എനിക്കൊരു വഴി കാണിച്ചു തരും. എവിടെ? ചെങ്കടലാണ് മുന്നിൽ. തോണിയുണ്ടോ? കപ്പലുണ്ടോ? ഒന്നുമില്ല. പിറകിലോ ഫിറഔനിൻ്റെ സൈന്യം. എന്നിട്ടും പറയാണ് എൻ്റെ റബ്ബൻ്റെ കൂടെ ഉണ്ട്, ഒരു വഴി കാണിച്ചു തരും. ഇതാണ് നമ്മൾ ഖുത്ബയിൽ പറഞ്ഞത്, ശുഭപ്രതീക്ഷ, ഹുസ്നുല്ലന്നി ബില്ലാഹ്, അള്ളാഹുവിനെക്കുറിച്ച് നല്ല ധാരണ. അത് കടലിൻ്റെ തീരത്താണെങ്കിലും ചുറ്റിലും വലയം ചെയ്യപ്പെട്ടാലും, ചെകുത്താനും കടലിനും ഇടക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്. അത്തരം സാഹചര്യത്തിൽ പോലും അള്ളാഹുവിനെക്കുറിച്ചുള്ള പ്രതീക്ഷ വിടണ്ട, അള്ളാഹു വഴി കാണിച്ചു തരും. അസാ റബ്ബി, അദ്ദേഹത്തിൻ്റെ ദുആണ്. ഈ ഭാഗം നമ്മളും ദുആ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ നിരന്തരം പറയേണ്ടതാണ്. അസാ റബ്ബി, എൻ്റെ റബ്ബ് അൻ യഹ്ദിയനി, എനിക്ക് വഴി കാണിച്ചേക്കാം, സവാ അസ്സബീൽ, ശരിയായ വഴി. ഇവിടെ സവാ ഉസ്സബീൽ കൊണ്ട് രണ്ടെണ്ണമാണ് ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് മുഫസ്സിരിങ്ങൾ പറയുന്നു. ഒന്ന്, പരലോകത്തേക്കുള്ള ആ ശരിയായ വഴിയാണ്, സിറാത്തുൽ മുസ്തഖീമാണ്, ശരിയായ മൻഹജാണ്, ശരിയായ അഖീദയാണ് ഒന്ന്. രണ്ടാമത്തത് നാട് വിടുകയാണ്, അപ്പോൾ ഒരു നല്ലൊരു നാട്ടിലേക്ക് എത്തണം. ഏറ്റവും ചുരുങ്ങിയ വഴികളിലൂടെ സഞ്ചരിച്ചിട്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നൊരു നാട്ടിലേക്ക് അള്ളാഹു എന്നെ എത്തിക്കണം, അല്ലെങ്കിൽ എത്തിക്കുമെന്ന പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറയുന്നത്, മുഫസ്സിരിങ്ങൾ പറയുന്നത്, ഇത് രണ്ടും ഉദ്ദേശിച്ച് ദുആ ചെയ്യാം. നമ്മളൊരു നാട്ടിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു, നമുക്ക് കൃത്യമായി വഴി അറിയില്ല. അസാ റബ്ബി അൻ യഹ്ദിയനി സവാ അസ്സബീൽ, പടച്ച റബ്ബെന്നെ ശരിയായ റൂട്ടിലെത്തിച്ചേക്കാം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല, അല്ലാഹുവേ ഞാൻ നിന്നിൽ അഭയം തേടുന്നു, ഞാൻ വഴിതെറ്റിപ്പോകുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നതിൽ നിന്ന്. അത് രണ്ടർത്ഥത്തിലുമാണെന്ന്. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയാറുള്ളത്. കാരണം വഴിതെറ്റിപ്പോകരുത്, നമ്മൾ വിചാരിച്ച സ്ഥലത്തെത്തണം. റൂട്ട് തെറ്റിയാൽ ഒരുപാട് ഇടങ്ങേറാണ്, ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വഴിയറിയാതെ ബുദ്ധിമുട്ടുമ്പോഴോ എളുപ്പ വഴികൾ അറിയാതിരിക്കുമ്പോഴോ ഒക്കെ നമുക്കിത് ദുആ ചെയ്യാം. അതോടൊപ്പം പരലോകത്തേക്കുള്ള സിറാത്തുൽ മുസ്തഖീം ഉദ്ദേശിച്ചുകൊണ്ടും ഇത് പറയാം. മുഫസ്സിരിങ്ങൾ പറയുന്നത് ഈ ഒരൊറ്റ ദുആ കൊണ്ട് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലുടനീളം അള്ളാഹു വഴി കാണിച്ചു എന്നാണ്. മദിയനിലേക്കുള്ള റൂട്ട് പോലും അള്ളാഹു തിരിച്ചു വിട്ടതാണ്. മൂസാ നബിക്ക് അറിയില്ലായിരുന്നു എങ്ങോട്ടാണ് പോകുന്നത്. വലമ്മാ തവജ്ജഹ തിൽഖാ മദിയൻ ഖാല അസാ റബ്ബി അൻ യഹ്ദിയനി സവാ അസ്സബീൽ. അങ്ങനെ മദിയനിൽ വളരെ എളുപ്പത്തിൽ മദിയനിലെത്തി എന്നാണ്. ഒരുപാട് അള്ളാഹു പ്രയാസപ്പെടുത്തില്ല. കാരണം പറയുന്നത് ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല, അതേപോലെ തന്നെ വെള്ളമോ ഭക്ഷണമോ ഒന്നും കരുതിയിട്ടില്ല. കൊല്ലാനുള്ള ഓർഡർ ഉണ്ടെന്ന് കേട്ടപ്പോൾ ഉടനെ ഓടിയതാണ്, ഒന്നും കയ്യിലില്ല. പക്ഷേ എളുപ്പത്തിൽ മദിയനിലെത്തി, അൽഹംദുലില്ലാ. അതിനുശേഷം കല്യാണം കഴിഞ്ഞു, മക്കളുണ്ടായി, തൗറാത്ത് ലഭിച്ചു, വീണ്ടും ഈജിപ്തിലേക്ക് വരാൻ സാധിച്ചു, വലിയ വിജയമുണ്ടായി. ഇങ്ങനെ ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുകയുണ്ടായി. അതിനൊക്കെ കാരണമായത് ഒരൊറ്റ ദുആണ്, റബ്ബേ എനിക്കൊരു ശരിയായ റൂട്ട് കാണിച്ചു തരണേ. അങ്ങനെ ജീവിതത്തിലുടനീളം അല്ലാഹു ശരിയായ റൂട്ട് കാണിച്ചു കൊടുത്തു. അൽഹംദുലില്ലാ. ഹിദായത്താകുന്ന തൗറാത്തിലൂടെ ഏറ്റവും നല്ല പരലോകത്തേക്കുള്ള വഴിയും കാണിച്ചു കൊടുത്തു. എല്ലാം ഇതിന് ശേഷം ഉണ്ടായതാണ്.
എല്ലാം ഇതിന് ശേഷമുണ്ടായതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ദുആ നമ്മൾ പതിവാക്കുന്നത് നല്ലതാണ്. സൂറത്തുൽ ഖസസിലെ 22-ാമത്തെ ആയത്തിൽ അത് കാണാം, അസാ റബ്ബി അൻ യഹ്ദിയനി സവാ അസ്സബീൽ. അതേപോലെ തന്നെ മറ്റൊരു ദുആ ആണ് സൂറത്തുൽ കഹ്ഫിലെ 23-24 ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ 24-ാമത്തെ ആയത്തിൽ കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മര്യാദ പഠിപ്പിക്കുകയാണ്. എന്താണ്? വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ. നിങ്ങളാരും തന്നെ നാളെ ഞാനൊരു കാര്യം ചെയ്യുന്ന ഉറപ്പിച്ച് പറയരുത്. ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ഒഴികെ എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ നിങ്ങളിൽ ഒരാളും ഒരു കാര്യം ഞാൻ പിന്നെ ചെയ്യും, ഭാവിയിൽ ചെയ്യുമെന്ന് പറയരുത്. പറയുമ്പോൾ എന്ത് പറയണം? ഇൻഷാ അല്ലാഹ്. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടാനുള്ള പശ്ചാത്തലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യഹൂദരും മറ്റും ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിലൊന്ന് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചാണ്. അസ്ഹാബുൽ കഹ്ഫ് അവരെക്കുറിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ദുൽഖർനൈൻ ആരാണ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഇങ്ങനെ ചില അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് നബിയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നാളെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. കാരണം നബിയുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്, അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വഹി ലഭിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. പിന്നെയോ ഞാൻ നാളെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഈ കാര്യങ്ങളെക്കുറിച്ച്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ അദബ് പഠിപ്പിക്കാൻ വിചാരിച്ചു, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയെ പഠിപ്പിച്ചതുപോലെ. കാരണം സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അദ്ദേഹത്തിന് 100 ഭാര്യമാരുണ്ടായിരുന്നു, ഞാൻ 100 ഭാര്യമാരെയും സമീപിക്കും ഇന്ന് രാത്രി, അവരിലൊക്കെ എനിക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന പടയാളികളായ 100 മക്കളെ അള്ളാഹു നൽകും. പക്ഷേ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. ആ കുട്ടികൾക്കൊക്കെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് വൈകല്യത്തോടു കൂടിയാണ് ജനിച്ചത്. എന്താ കാരണം? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 15 ദിവസത്തോളം പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ ഒരു വഹയും അവതരിപ്പിച്ചു കൊടുത്തില്ല. 15 ദിവസത്തോളം നാളെ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, അത് ബോധ്യപ്പെടുത്തിയതിനു ശേഷം പറഞ്ഞു, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ ഇല്ലാ അൻ യശാ അല്ലാഹ്. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ എന്ന് പറയാതെ നാളെ ഞാനൊരു കാര്യം ചെയ്യുമെന്ന് നബിയെ പറയരുത്. ഇത് നബിയോട് മാത്രമല്ല നമ്മോടെല്ലാവരോടുമാണ്. എന്നിട്ട് പറഞ്ഞു, വദ്കുർ റബ്ബക ഇദാ നസീത. നീ മറന്നുപോയാൽ നീ അള്ളാഹുവിനെ ഓർക്കണം. ഇത് ആമ്മുമാണ്, ഖാസുമാണ്. എന്താണ് ആം എന്ന് പറഞ്ഞാൽ? നമ്മൾ അള്ളാഹുവിന് ദിക്ർ ചെല്ലാൻ, നമ്മൾ പതിവായി ദിക്ർ ചെല്ലുന്ന ആളുകളാണെങ്കിൽ എപ്പോഴൊക്കെ മറന്നു പോകുന്നുണ്ടോ അപ്പോഴൊക്കെ എന്ത് ചെയ്യണം? ആ ദിക്ർ നമ്മൾ കൊണ്ടുവരണം. ഉദാഹരണത്തിന് രാവിലെ ചൊല്ലുന്ന ദിക്ർ അദ്കാറു സബാഹ് മറന്നുപോയി, ഉച്ചയായി, എന്ത് ചെയ്യണം? ചൊല്ലാം എന്നാണ്. വദ്കുർ റബ്ബക ഇദാ നസീത. അങ്ങനെ നമ്മളോട് ചൊല്ലാൻ മറന്നു പോകുന്ന ദിക്റുകളൊക്കെ ഓർമ്മയായാൽ എന്ത് ചെയ്യണം? ആ ദിക്റുകളൊക്കെ ചൊല്ലുക. അതാണ് ആമായ അതിൻ്റെ മഅന. അത് എല്ലാ പണ്ഡിതന്മാരും അംഗീകരിച്ച കാര്യമാണ്. അതേപോലെ തന്നെ ഉലമാക്കളിൽ ചിലർ പറഞ്ഞു, എന്തെങ്കിലും ഒരു കാര്യം മറന്നു പോയാൽ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലിയാൽ ഓർമ്മയാകുമെന്ന് ഇതിനൊരു തഫ്സീറുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം മറന്നുപോയി, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ കാര്യം ഓർമ്മയാകും. പക്ഷേ അതിന് വ്യക്തമായ ദലീലുകൾ നബിയിൽ നിന്നോ സഹാബികളിൽ നിന്നോ വന്നിട്ടില്ല. ഈ തഫ്സീറിൽ നിന്ന് ചില ആളുകൾ ഇസ്തിംബാത്ത് ചെയ്തതാണ്, അല്ലാഹു ആലം. പക്ഷെ അതുകൊണ്ടുള്ള ഉദ്ദേശം യഥാർത്ഥത്തിൽ ജീവിതത്തിൽ റബ്ബിനെ മറന്നുപോയാൽ ദിക്റുകൾ ചൊല്ലണം എന്നാണ്. അതാണ് ആമായ അർത്ഥം. എന്നാൽ ഖാസായ അർത്ഥം ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നുപോയാൽ അത് പിന്നീട് ഇൻഷാ അല്ലാഹ് എന്ന് പറയണം എന്നാണ്. ഇപ്പോൾ രാവിലെ ഒരാളോട് പറഞ്ഞു, എന്ത്, ഞാൻ നാളെ ഒരു കാര്യം ചെയ്യാം, പക്ഷേ ഇൻഷാ അല്ലാഹ് പറഞ്ഞില്ല. വൈകുന്നേരമായി, അപ്പോഴാണ് ഓർമ്മയായത്, ഇൻഷാ അല്ലാഹ് എന്ന് വൈകുന്നേരം പറയുക. വദ്കുർ റബ്ബക ഇദാ നസീത. ചില ഉലമാക്കൾ പറഞ്ഞത് 1 കൊല്ലം കഴിഞ്ഞാലും ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു എന്നാണ്. 1 കൊല്ലം മുമ്പ് ഒരാളോട് നമ്മളൊരു കാര്യം പറഞ്ഞു, പക്ഷേ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല എന്ന് ഓർമ്മയായി എങ്കിൽ 1 വർഷത്തിന് ശേഷമാണോ പറഞ്ഞോളൂ. കാരണം വദ്കുർ റബ്ബക ഇദാ നസീത എന്നാണ് പറഞ്ഞത്, അതിൻ്റെ കാലയളവ് പറഞ്ഞിട്ടില്ല. അപ്പോൾ റബ്ബിനെ മറന്നുപോയാൽ വീണ്ടും ഓർക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്ന, ഇത് പലപ്പോഴും നമ്മൾ പറയാൻ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്, പക്ഷേ അള്ളാഹു പഠിപ്പിച്ചൊരു കാര്യമാണ്. എന്താണ്? വഖുൽ, നിങ്ങൾ ഇങ്ങനെ കൂടി പറയണം. ഇൻഷാ അല്ലാഹ് എന്നും പറയണം, അതിൻ്റെ കൂടെ ഇതുകൂടി പറയണം. എന്താണ്? അസാ അൻ യഹ്ദിയനി റബ്ബി. എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചേക്കാം. എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചേക്കാം. അസാ റബ്ബി, അസാ അൻ യഹ്ദിയനി റബ്ബി, അസാ അൻ യഹ്ദിയനി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തന്നേക്കാം. ലി അഖറബ മിൻ ഹാദാ, ഇതിനേക്കാൾ കൂടുതൽ അടുത്തത് ഏതിലേക്ക്? റഷദൻ, സത്യത്തിലേക്ക്, അല്ലെങ്കിൽ സന്മാർഗത്തിലേക്ക് ഇതിനേക്കാൾ അടുത്തത് അള്ളാഹു എനിക്ക് കാണിച്ചു തന്നേക്കാം.
എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാ എന്ന് പറയാൻ വിട്ടുപോയി. ശേഷം നമ്മൾ ഇൻഷാ അല്ലാ എന്ന് പറയുന്നത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം എന്താണോ അതിനേക്കാൾ ഖൈറായത് റബ്ബ് എനിക്കും നിങ്ങൾക്കും തന്നേക്കാം എന്നുള്ള നിലക്കുള്ള ഒരു ദുആ. അസ അൻ യഹ്ദിയനി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചേക്കാം, ലി അഖറബ മിൻ ഹാദാ റഷദ, ഇതിനേക്കാൾ ഏറ്റവും നല്ലതിലേക്ക്. അങ്ങനെ നമുക്ക് പലപ്പോഴും സംഭവിക്കാറുണ്ട്. നമ്മളൊരു തീരുമാനം എടുക്കും ഇന്ന്, പക്ഷേ ഇൻഷാ അല്ലാ എന്ന് പറയാം. ശേഷം ഈ തീരുമാനത്തെക്കാൾ നല്ലൊരു തീരുമാനം പിറ്റേന്ന് നമുക്ക് ലഭിച്ചേക്കാം. ചിലപ്പോൾ അതിൻ്റെയും പിറ്റേന്ന് അതിനേക്കാൾ നല്ലതിലേക്കൊന്നിലേക്ക് അള്ളാഹു എത്തിച്ചേക്കാം. റഹ്മാനായ റബ്ബ് ആ നിലക്ക് കാരുണ്യവാനാണ്, ആ നിലക്ക് പ്രവർത്തിക്കുന്നവനാണ്. അപ്പോൾ നമ്മുടെ മനസ്സിലെപ്പോഴും ഉള്ള ചിന്ത, നമ്മൾ ഏതൊരു ഖൈറിലാണുള്ളത് അതിനേക്കാൾ ഖൈറായത് പടച്ച റബ്ബ് നമുക്ക് തരും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇതുകൂടി അതിൻ്റെ കൂടെ പറയൽ ഖൈറാണ്. അല്ലെങ്കിൽ ഇത് മുസ്തഖില്ലായ ഒരു ദുആ ആണ് എന്നും ഉലമാക്കൾ പറഞ്ഞു. നേരത്തെ പറഞ്ഞത് ഇൻഷാ അല്ലാ എന്ന് മറന്നുപോയാൽ പറയണം. അതിനു പുറമെ നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ് അസാ റബ്ബി അസാ അൻ യഹ്ദിയനി റബ്ബി ലി അഖറബ മിൻ ഹാദാ റഷദ. റഹ്മാനായ റബ്ബെനിക്ക് ഏറ്റവും ഖൈറായതിലേക്ക്, റുഷ്ദുള്ള തൻ്റെ ഇടമുള്ള ഹിദായത്തുള്ള വഴികളിലേക്ക് അള്ളാഹു എന്നെ എത്തിച്ചേക്കാമെന്ന് നിങ്ങൾ പറയുകയും ചെയ്യുക. സൂറത്തു അൽ കഹ്ഫിലെ 24-ാമത്തെ ആയത്തിൽ പറഞ്ഞ ഈ ഒരു പ്രാർത്ഥനാ ശകലവും നമ്മൾ ഹിഫ്ളാക്കുക, പഠിക്കുക, അമലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.